റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക്. അമേരിക്കൻ രാഷ്ട്രീയം നിർണ്ണയിക്കുന്നത് ഈ രണ്ട് പാർട്ടികളാണ്. ഈ ദ്വന്ദ്വത്തെ തകർക്കാൻ ശതകോടീശ്വരൻ ഇലാൻ മസ്കിനാകുമോ? മസ്കും ട്രംപും മോസ്റ്റ് പവർഫുൾ കപ്പിളായിരുന്നു കുറച്ചു കാലം മുൻപ് വരെ. ആരുമില്ലാതിരുന്ന കാലത്ത് ട്രംപിന് കൂട്ടായി മസ്കേ ഉണ്ടായിരുന്നുള്ളൂ. ട്രംപിന്റെ പ്രചാരണത്തിന് മസ്ക് നൽകിയത് $250 മില്യൺ. അതൊക്കെ ഇനി പഴങ്കഥ. പുത്തൻ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി പഴയ ആത്മമിത്രത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് എലോൺ മസ്ക്. ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് മസ്ക് ജനങ്ങളുടെ അഭിപ്രായം തേടിയത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ എന്ന് മസ്ക് ചോദിച്ചു. 65% പേർ പറഞ്ഞു വേണമെന്നു. വന്നു മസ്കിന്റെ പുതിയ പാർട്ടി, പേര് അമേരിക്ക പാർട്ടി. പൈസ അത് മസ്കിനൊരു പ്രശ്നമല്ല, പക്ഷേ പാർട്ടി പച്ച പിടിക്കുമോ എന്ന് കണ്ടറിയണം. ഉറ്റമിത്രങ്ങൾ അടിച്ചു പിരിഞ്ഞത് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന്റെ പേരിലാണ്. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ചെലവ് ചുരുക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം രൂപീകരിച്ചു, ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ചുമതല എലോൺ മസ്കിന് നൽകി. പിന്നീട് ഇരുവരും അകന്നു. മസ്കിന് അമേരിക്കയിലെ കടയടച്ച് ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് വരെ ട്രംപ് ഭീഷണി മുഴക്കി. സാമ്പത്തിക സമത്വം, സാങ്കേതിക മുന്നേറ്റം, പൗരാവകാശ സംരക്ഷണം, ഇതാണ് മസ്കിന്റെ വാഗ്ദാനം. അമേരിക്കൻ പ്രസിഡന്റ് പദവിയാണോ മസ്കിന്റെ ലക്ഷ്യമെന്ന് സംശയിക്കുന്നവരുമുണ്ട്. പക്ഷേ വെല്ലുവിളികളുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിൽ ജനിച്ച പൗരനായിരിക്കണം. മസ്ക് ജനിച്ചത് അങ്ങ് ദക്ഷിണാഫ്രിക്കയിലാണ്. അമേരിക്കയിൽ മസ്കിന് ജനസമ്മതി ഉണ്ടെന്നതിൽ സംശയമില്ല. പക്ഷേ ആ ജനപിന്തുണ വോട്ടാകുമോ?